കഷ്ടാനുഭവ ആഴ്ചയാണല്ലോ. അവന്റെ ശരീരം തകർക്കപ്പെടുമ്പോൾ ആ ഓരോ വടി അവന്റെ മേൽ ഏൽപ്പിക്കുവാൻ കാരണക്കാരൻ നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേൽ വീഴുകയാണ്. അടിയേറ്റ് തകർക്കപ്പെട്ടവൻ, എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ നമ്മുടെ പാപച്ചുമടും ചുമന്നുകൊണ്ട് ഇതാ ഗോൽഗോഥ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ്. യേശുക്രിസ്തു ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ പാപച്ചുമട, പ്രിയപ്പെട്ടവരെ. അതായത് അതിനു മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു. അങ്ങനെ നമ്മുടെ പാപഭാരം ചുമന്ന മരക്കുരിശിൽ അവൻ ആണിയടിച്ച് ആ ക്രൂശിൽ തന്നെ അവനെ തൂക്കിയിടേണ്ടി വന്നു. 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുന്ന രംഗം കണ്ടു. ഇതാകുന്നു ഗോഡിസ്ലവ്, ദൈവത്തിന് നിങ്ങളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെയും 2ആയിട്ട് ചീന്തപ്പെട്ടത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ശത്രുത്വം നീങ്ങിപ്പോയി, പ്രിയപ്പെട്ടവരെ. ആ തിരശ്ശീല കീറുവാനാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഈ ക്രൂശിൽ വെച്ച് മായ്ക്കപ്പെട്ടു. അതുകൊണ്ട് പൗലോസ്ലീഹ തന്യം ചൊല്ലി, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന്